ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ആദിൽ ഷായുടെയും ഭാര്യമാരുടെയും മകളുടെയും പേരക്കുട്ടികളുടെയും ഖബർസ്ഥാൻ. താഴേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആദിൽ ഷായുടെ രാജഗുരുവായിരുന്ന പീർ ഹാഷിമിൻ്റെ ശവകുടീരം. മ്യൂസിയത്തിന് മുമ്പിലായി പീരങ്കികൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. ട്രാവൽ ടാഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി നമ്മൾ ബീജാപ്പൂരിലെത്തി. ഇന്ന് യാത്രയുടെ 4ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ബീജാപ്പൂരിലെ ചില ചരിത്ര സ്മാരകങ്ങളാണ് കാണാൻ പോകുന്നത്. ആദ്യം പോണത് ഗോൾ ഗുംബസിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്നും 530 കിലോമീറ്റർ അകലെ മഹാരാഷ്ട്ര കർണാടക അതിർത്തിയോടടുത്താണ് ബീജാപ്പൂർ. ഒരുപാട് ചരിത്രം പറയാനുണ്ട് കർണാടകയിലെ ഈ ചരിത്ര നഗരത്തിന്. 10-11 നൂറ്റാണ്ടുകളിൽ കല്യാണി ചാലൂക്യരാണ് ഈ നഗരത്തിന് രൂപം നൽകിയത്. ചാലൂക്യർക്ക് ശേഷം യാദവർ വന്നു. 1347 ബ്രാഹ്മണി സുൽത്താൻമാർ ഇത് കൈയടക്കി. ബ്രാഹ്മണി വംശത്തിലെ ഗവർണറായിരുന്ന യൂസഫ് ആദിൽ ഷായാണ് ആദിൽ ഷാഹി രാജവംശം സ്ഥാപിച്ചത്. ഇന്ന് കാണുന്ന ചരിത്ര നിർമ്മിതികളെല്ലാം നിർമ്മിക്കപ്പെട്ടത് ഇക്കാലത്താണ്. ഗോൾ ഗുംബസാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. 17ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ മുഹമ്മദ് ആദിൽ ഷായുടെ കാലത്ത് 1626 ഇതിൻ്റെ പണി തുടങ്ങിയത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദിൽ ഷാ മരിച്ചു. ബാക്കി പണി അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ 1656 30 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. പടിപ്പുര കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. പനിനീർ പുഷ്പമകുടം എന്നാണ് ഗോൾ ഗുംബസ് എന്ന വാക്കിൻ്റെ അർത്ഥം. സമചതുരാകൃതിയിൽ കെട്ടിപ്പൊക്കിയ മഹാസൗധം, 4 മൂലയിലും മീനാരങ്ങൾ, അതിനുള്ളിലൂടെ മുകളിലേക്കുള്ള കോണി, മുകളിലായി ഒരു താഴികക്കുടം കമിഴ്ത്തി വച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ താഴികക്കുടമാണിത്. 1ാമത്തേത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടേത്. 44 മീറ്ററാണ് ഈ താഴികക്കുടത്തിൻ്റെ വ്യാസം. അകത്തേക്ക് കിടന്നാൽ 41.5 മീറ്റർ വീതിയും 60 മീറ്റർ ഉയരവുമുള്ള തൂണുകളില്ലാത്ത ഒറ്റമുറി. ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ആദിൽ ഷായുടെയും ഭാര്യമാരുടെയും മകളുടെയും പേരക്കുട്ടികളുടെയും ഖബർസ്ഥാൻ. യഥാർത്ഥത്തിൽ ഇതിന് താഴെയുള്ള നിലയിലാണ് ഖബർ. അവിടേക്ക് പ്രവേശനമില്ല. അർദ്ധഗോളാകൃതിയിലുള്ള താഴികക്കുടം ശബ്ദതരംഗങ്ങളെ കേന്ദ്രീകരിച്ച് താഴേക്ക് അയക്കുന്നു. ചെറിയ ഒരു ശബ്ദം പോലും താഴികക്കുടം മുഴുവൻ കേൾക്കാം. മീനാരത്തിനുള്ളിലൂടെയുള്ള ഈ ഇടുങ്ങിയ സ്റ്റെപ്പ് കയറിയാൽ മുകളിലേക്ക് എത്താം. അത്ര വൃത്തിയൊന്നും ഇവിടെ കാണാനില്ല. ഇതുപോലെ 7 നില കയറി വേണം മുകളിലേക്ക് എത്താൻ. ഏഴു നിലയും കയറി അവസാനത്തെ നിലയിലെത്തി. ഇത് താഴികക്കുടത്തിൻ്റെ പുറംഭാഗം. പൂവിൻ്റെ ഇതൾ പോലെ ചുറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബീജാപ്പൂർ നഗരത്തിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും. ഇത് ചുറ്റുമുള്ള മീനാരത്തിൻ്റെ ഭാഗങ്ങൾ. താഴേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആദിൽ ഷായുടെ രാജഗുരുവായിരുന്ന പീർ ഹാഷിമിൻ്റെ ശവകുടീരം. ഇതിനുള്ളിലൂടെ കയറിയാൽ ഉൾഭാഗത്തെ വിസ്പറിംഗ് ഗാലറിയിലെത്താം. ഇപ്പോൾ ഡോമിൻ്റെ തൊട്ട് താഴെ എത്തി.
ഇവിടെ നിന്ന് പറയുന്നതെല്ലാം ഡോം അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഹലോ ഹലോ, അതിൻ്റെ റിഫ്ലക്ഷൻ കേട്ടോ. ഹലോ ഹലോ, എക്കോ എക്കോ, ഹലോ ഹലോ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഹലോ ഹലോ. ഇത് താഴേക്കുള്ള കാഴ്ച. ഇവിടെയാണ് ഖബർസ്ഥാൻ. വലിപ്പം കൊണ്ട് ലോകത്തിലെ രണ്ടാമത്തെ താഴികക്കുടം. 350 വർഷം മുമ്പാണ് ഇങ്ങനെയൊരു അത്ഭുത സൃഷ്ടി നടത്തിയെന്ന് ഓർക്കണം. എൻജിനീയറിംഗ് ഒരു വിസ്മയം തന്നെ. ഒറ്റ തൂണ് പോലുമില്ലാതെ ഇത്ര വലിയ ഡോം നിൽക്കുന്നു. ഗാലറിയുടെ പുറത്തുനിന്നുള്ള കാഴ്ച. ബീജാപ്പൂർ ടൗൺ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇത് ഹാഷിംപീറിൻ്റെ ഖബർസ്ഥാൻ. ബീജാപ്പൂർ ടൗണിനെ ചുറ്റിയുണ്ടായിരുന്ന കോട്ടയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഡോമിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ബെന്നി സാർ പറഞ്ഞു തരും. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 8 വലിയ ആർച്ചുകൾ എങ്ങനെ ഉണ്ടാക്കും. 8 വലിയ ആർച്ച്. ഈ ആർച്ച് എങ്ങനെ നമുക്ക് അടുത്ത ഒരു ബാരക്കി കമാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആർച്ച് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 8 ആർച്ച് ആദ്യം ഉണ്ടാക്കും. ഈ ആർച്ച് ഉണ്ടാക്കിയിട്ട് ആർച്ചിൻ്റെ അകത്തേക്ക് ഇതിന് ആർച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കാരണം വലിയ സിംഗിൾ ബ്ലോക്കാണ്. ഈ ബ്ലോക്കുകൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഉടൻ ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഉണ്ട്. അതൊരു പ്രത്യേക ഡിസൈൻ. അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ പറയാം. ഇതൊരു ഡിസൈനിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ വലിയ വലിയ ബ്ലോക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ മുകളിൽ നിന്ന് പ്ലേസ് ചെയ്യും, വെച്ചിട്ട് ഇത് ഒരറ്റത്തുനിന്ന് ഒരു വലിയ അതേ സമയത്ത് ഒരു ഭാഗം വളഞ്ഞു പോവുക, ഒരു ഭാഗം പ്രഷർ ഒരുമിച്ചല്ലെങ്കിൽ ഒരേ ഭാഗമായിട്ട് ഇടിഞ്ഞു താഴ്ത്തു. അതിനുശേഷം ആണ് ഈ വലിയ ബ്ലോക്സ്. അപ്പോൾ ഒരു ഗ്യാപ്പ് വരുമല്ലോ. ഈ ഗ്യാപ്പിന്റെ അകത്ത് വലിയ ബ്ലോക്സ് ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്യും. ഉപയോഗിച്ച മെറ്റീരിയൽ എന്തായിരിക്കും? ഗ്രേ ബാസാൾട്ട്. നമ്മൾ കണ്ടില്ലേ, കയറി വന്നപ്പോൾ കണ്ട വലിയ ബ്ലോക്കുകളില്ലേ, അത് തന്നെയാണ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചത്. ഇത് ഗ്രേ ബാസാൾട്ടാണ്. ഇത് ഗ്രേ ബാസാൾട്ടാണ്. ഇത് അതായത് ഈ ബ്ലോക്ക് കണ്ട ഈ ബ്ലോക്കുകൾ. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വലിയ ഏതാണ്ട് 2 മീറ്ററോളം ഉള്ള വലിയ ബ്ലോക്ക്. ഗ്രാനൈറ്റ് ബ്ലോക്കുകളല്ലേ? അല്ല സാർ, ഇത് ബാസാൾട്ട്, ഗ്രേ ബാസാൾട്ട്. ഇത് ഗ്രേ ബാസാൾട്ടാണ് കേട്ടോ. ഗ്രാനൈറ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ളത് ഗ്രീൻ ഗ്രാനൈറ്റ് ആണ് ഉള്ളത്. ഇത് ഗ്രേ ബാസാൾട്ട്. ഗ്രേ ബാസാൾട്ട് ഇവിടെ തന്നെ. അതായത് നമ്മുടെ ഡെക്കാൻ ട്രാപ്പിലെ ഏറ്റവും ബേസ് റോക്ക് എന്ന് പറയുന്നത് ഗ്രേ ബാസാൾട്ടാണ്.
ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് നമുക്ക് ആന്ധ്രാപ്രദേശത്ത് നിന്ന്, ആന്ധ്രയുടെ ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കടപ്പാക്കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങാം, സമയം പോവാം. താഴെ പോയിട്ട് മീനാരത്തിനുള്ളിലൂടെ ഇനി താഴേക്ക്. ഇനി പുറത്തേക്ക്. ഗോൾ ഗംബസിന് തൊട്ട് മുന്നിൽ ഒരു ഡ്രം ഹൗസ് ഉണ്ട്. ഇപ്പോൾ അത് ആർക്കിയോളജിക്കൽ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു. മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം. മ്യൂസിയത്തിന് മുമ്പിലായി പീരങ്കികൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻഭാഗം അടച്ചു വെച്ചിരിക്കുന്നു. മറുഭാഗത്തുമുണ്ട് കുറച്ച് പീരങ്കികൾ. ഇനി മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാം. പുറത്തിറങ്ങുമ്പോൾ വശങ്ങളിലായി പണി പൂർത്തീകരിക്കാഞ്ഞിട്ടാണോ അതോ പിന്നീട് തകർന്നാണോ എന്നറിയില്ല, കുറച്ച് നിർമ്മിതികൾ കാണാം. ഇനി അടുത്ത കാഴ്ചയിലേക്ക്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക.